ഓക്കെ. നിങ്ങളൊരു വീഡിയോ എല്ലാം ചെയ്ത് ഈവൻ യൂട്യൂബിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ സെൻഡ് ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയം കംപ്ലീറ്റ് നോയ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ മൈക്കൊന്നും നിങ്ങളുടെ ഫോൺ വെച്ചിട്ട് നിങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ നോയ്സ് എങ്ങനെ എടുത്ത് കളയാന്നുള്ളത് ഒരു AI വെച്ച് കാണിച്ചു തരാം. കിട്ടില്ല AI ടൂളാണ്, കംപ്ലീറ്റ്ലി ഫ്രീയും കൂടിയാണ്. അതിനെ കൂടുതലേക്ക് എൻഹാൻസ് ചെയ്യണമെങ്കിലാണ് പൈസ കൊടുക്കേണ്ടി വരിക. അല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിട്ടും. ഫീച്ചേഴ്സ് എന്നല്ല, നല്ലോണം നോയ്സ് എല്ലാം എടുത്ത് കളയും. അപ്പോൾ അത്രയും യൂസ്ഫുൾ ആയ ടൂളാണ്. കൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, ഒന്ന് ഫോളോ ചെയ്യടാ. സബ്സ്ക്രൈബിന് ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്. എന്തൊക്കെ സംശയം നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പോൾ AI ടൂൾ എന്ന് വെച്ചാൽ അഡോബിൻ്റെ എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീച്ച് ടൂളുണ്ട്. അത് പോഡ്കാസ്റ്റ് ചെയ്യുന്നവർ ഉദ്ദേശിക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് വെച്ചാൽ നിങ്ങളുടെ വോയിസ്, അതായത് റെക്കോർഡ് ചെയ്ത ഫയൽ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ റെക്കോർഡ് ചെയ്ത ഫയൽ അവിടെ കൊടുത്തിട്ട് V2 എന്നുള്ള എൻജിൻ സെലക്ട് ചെയ്യണം. V2 എന്ന് പറഞ്ഞ മോഡൽ. V1 എന്ന് വെച്ചാൽ നോയ്സ് കുറച്ചും കൂടി V2 കംപ്ലീറ്റ്ലി അത് അവിടെ കംപ്രസ് ചെയ്യുക. ആ നോയ്സ് എല്ലാം ബ്ലോക്ക് ഇടാം. നല്ല ഫീൽ, ഒരു മൈക്ക് എന്ന് പറയുന്ന ഒരു ഫീൽ അതിനകത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും. അതിനൊരു സംശയം. നിങ്ങൾക്ക് ഇതിനെ വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടൂളുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. നല്ല കിട്ടിയ ടൂളാണ് ഈ സാക്ക്. നമ്മൾ ഈ ആക്കിനെ വീണ്ടും എൻഹാൻസ് ചെയ്ത് നല്ലൊരു പ്രോപ്പർ മൈക്കിൻ്റെ ലെവൽ. എന്നാലും ഓക്കെ തന്നെയാണ്, മൈക്കിൻ്റെ തന്നെ ഇത് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിക്കുക. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെയും ഈ വീഡിയോ അല്ല, ആ ഓഡിയോ ഫയലിൻ്റെ 2 വെർഷനും ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അതായത് അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നതിന് മുന്നെയും എന്നിട്ടുള്ള ഡിഫറൻസ് ഞാൻ കൃത്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കളഞ്ഞോ. അപ്പോൾ ഓക്കെ.